ഒരുവൻ യേശുവിനെ ക്രിസ്തുവെന്ന് ആരെങ്കിലും ഏറ്റു പറഞ്ഞാൽ അവനെ എന്ത് ചെയ്യണം? പള്ളി ഭ്രഷ്ടനാക്കണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന്. ആരെ? യേശുവിനെ ക്രിസ്തുവെന്ന് അംഗീകരിക്കുന്നവന്. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ജാതികളായിട്ടുള്ള ആളുകൾ യഹൂദൻ പ്രത്യാശ വയ്ക്കുന്ന മശിഹയിൽ പ്രത്യാശ വയ്ക്കും, ആ മശിഹയിലേക്ക് ഇവർ തിരിയും എന്നുള്ള കാര്യം പഴയ നിയമത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ല മർമ്മം. പിന്നെ എന്താ മർമ്മം? ഇവർ ഒന്നിച്ച് ചേരുക എന്നുള്ളതാണ്. അതൊരിക്കലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എങ്ങനെ? യഹൂദനെ സംബന്ധിച്ചിടത്തോളം ജാതിയെ ഉൾക്കൊള്ളാൻ ഒരിക്കലും തയ്യാറല്ലായിരുന്നു. ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവായ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് ഒരുത്തൻ പറഞ്ഞാൽ അത് അവൻ്റെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യം ആരും അറിയത്തില്ല. എന്നാൽ സ്നാനജലത്തിൽ ഇറങ്ങി നിന്നിട്ട് ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നു എന്ന് ഒരുത്തൻ പറയണം. അവൻ്റെ ഏറ്റുപറച്ചിലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവനെ സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നാട്ടുകാർ മുഴുവൻ കാണും. അപ്പോൾ ഇവൻ മനസ്സിലാക്കുന്ന കാര്യം എന്താ? എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയാലും ശരി, സാരമില്ല, എനിക്ക് ആരെ വേണം? അത് യഹൂദൻ സമ്മതിച്ചേ ഒക്കത്തുള്ളൂ. പള്ളിയിൽ നിന്ന് പുറത്തായാലും ശരി, എനിക്ക് എന്ത് മതി? ഈ തള്ളിപ്പറഞ്ഞ ക്രിസ്തുവിനെ മതി എന്ന് അവൻ ഏറ്റു പറയുമ്പോഴേ അവൻ എന്ത് കിട്ടുള്ളൂ. നോക്കി നിൽക്കുന്ന ഈ 11 ശിഷ്യവൃന്ദത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? ആ 11 പേര് മാത്രമാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന എല്ലാവരുടെയും പൊതുഭാഷയായ അരാമ്യ ഭാഷയിലാണ് ഇപ്പോൾ പത്രോസ് സംസാരിക്കുന്നത്. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. എൻ്റെ വാക്ക് കേൾക്ക്. ഇവരെന്താ സംസാരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ സഭ ആരംഭിക്കുകയാണ്. ആത്മാവ് വന്നു, എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി മാറി. എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചോ? ഇവർക്ക് എങ്ങനെയാണോ ആത്മാവിനെ കിട്ടിയത് അതുപോലെ തന്നെ അവർക്കും കിട്ടി എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രസ്താവന പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല യഹൂദന്മാരാരും, പത്രോസ് ഉൾപ്പെടെയുള്ളവരാരും. കാരണം എന്താ? ആകാശത്തു നിന്നൊരു തുപ്പട്ടി ഇറങ്ങുന്ന ദർശനം ആര് കണ്ടതാ? പത്രോസ് കണ്ടതാ. അറുത്ത് തിന്നാൻ പറഞ്ഞു. അപ്പോഴും പത്രോസ് എന്താ പറയുന്നു? നോ, ഞാൻ യഹൂദനാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും എനിക്ക് തിന്നാൻ പറ്റുന്നതല്ല. ആ ഭാഗത്തിലേക്ക്, ആ പാർട്ടിലേക്ക് നമ്മൾ ഓരോരുത്തരായിട്ട് എത്തിച്ചേരുക മാത്രമാണ് സംഭവിച്ചത്. അല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി എന്ത് ചെയ്യുന്നില്ല. ആത്മാവ് പിന്നെയും വരികയും സ്നാനപ്പെടുത്തുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പം ആത്മാവിനെ കിട്ടുന്ന സെക്കൻഡിൽ തന്നെ എന്തുണ്ടാവണമെന്ന് നിർബന്ധമില്ല. അന്യഭാഷ പറയണമെന്ന് ഒരു ഉപദേശം ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചല്ല, പിന്നെ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? കേൾക്കുന്നവനെക്കുറിച്ചാണ് പറഞ്ഞത്. അത്രേ പൗലോസോട് പറഞ്ഞിട്ടുള്ളൂ. യഹൂദനും ശമര്യനും തമ്മിൽ അക്കാലത്ത് സമ്പർക്കമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകം തന്നെ സഭയുടെ ശൈശവ ദശയാണ്. അവിടെ നിന്നുകൊണ്ട് ഒരു ഉപദേശം ഓൾറെഡി സ്ഥാപിക്കാനായിട്ട് ഒക്കത്തില്ല. കാരണം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം അത്. രക്ഷിക്കപ്പെട്ടപ്പോഴാണോ, സ്നാനപ്പെട്ടപ്പോഴാണോ, അതോ അതിന് ശേഷമാണോ, എപ്പോഴാണ്? നിങ്ങൾ ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? പക്ഷെ നിങ്ങളെല്ലാവരും എന്താ പറഞ്ഞേ? രക്ഷിക്കപ്പെട്ടപ്പോഴെന്നോ? പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നത്. അതുകൊണ്ടാണ് സ്നാനമേറ്റിട്ടും അവർക്ക് എന്ത് കിട്ടാഞ്ഞത്? ആത്മാവിനെ കിട്ടാഞ്ഞത്. മൂന്നാമത്തേത് ജാതികളാണ്. അവരോട് പറഞ്ഞത് വിശ്വസിച്ചാൽ എന്ത് കിട്ടും? രക്ഷ കിട്ടും, ആത്മാവിനെ കിട്ടും. അതാണ് ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ക്ലിയർ ആവുന്നത്. 2 വാക്യങ്ങൾ വായിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? അടങ്ങിയിരിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച കാര്യങ്ങൾ സഭ കഴിഞ്ഞ കാലത്തിൽ എങ്ങനെയായിരുന്നു? പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന ഒരു മർമ്മം ആയിരുന്നു. എന്തായിരുന്നു ആ മർമ്മം? ഒരു ശരീരത്തിൻ്റെ ഭാഗമായി മാറണം, അല്ലെങ്കിൽ ഒരു ശരീരമായി മാറണം. ക്രിസ്തു തലയായുള്ള ആ തലയുടെ കീഴിലുള്ള ഒരു ശരീരമായി യഹൂദനും യവനനും ഒരുമിച്ച് ചേർന്ന് വരണം. അവരൊരുമിച്ച് എന്തെല്ലാം 3 കാര്യങ്ങൾ അവിടെ നാം വായിച്ചായിരുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം
എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ആ ആ 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കുന്നത്. ഒന്ന്, ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളായിട്ട് മാറണം, ഫെലോ ഹെയർസായിട്ട് മാറണം. ഏക ശരീരർ, വൺ ബോഡി. മറ്റൊന്ന്, വാഗ്ദത്തത്തിൽ പങ്കാളികളാവണം, പാർട്ടേക്കേഴ്സ് ഇൻ പ്രോമിസസ്. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് ചേർന്ന് വരണം. അങ്ങനെയാണ് എന്തായിരുന്നത്, ഒരു ശരീരത്തിൻ്റെ ഭാഗമായിട്ട്, ക്രിസ്തു എന്ന തലയാകുന്ന ആ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. ഇത് എന്തായിരുന്നു, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ജാതികളായിട്ടുള്ള ആളുകൾ യഹൂദൻ പ്രത്യാശ വയ്ക്കുന്ന മശിഹയിൽ പ്രത്യാശ വയ്ക്കും, ആ മശിഹയിലേക്ക് ഇവർ തിരിയും എന്നുള്ള കാര്യം പഴയ നിയമത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ല മർമ്മം. പിന്നെ എന്താ മർമ്മം? ഇവർ ഒന്നിച്ച് ചേരുക എന്നുള്ളതാണ്. അതൊരിക്കലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എങ്ങനെ? യഹൂദനെ സംബന്ധിച്ചിടത്തോളം ജാതിയെ ഉൾക്കൊള്ളാൻ ഒരിക്കലും തയ്യാറല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴെന്തായിരിക്കുക, ആ തള്ളിപ്പറഞ്ഞ ദൂരസ്ഥരായിരുന്ന ജാതിയനും സമീപസ്ഥരായിരുന്ന യഹൂദനും ഒരുമിച്ച് ചേർന്ന് സുവിശേഷത്താൽ, ഒരു വിശ്വാസത്താൽ എന്തായി തീർന്നു, ഒരു ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറി. ഓക്കെ, അത് നാം കണ്ടു കഴിഞ്ഞതാണ്. പിന്നെ സഭയെക്കുറിച്ച് കർത്താവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുമായിരുന്നു? സഭയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രസ്താവന എന്തായിരുന്നു? മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പം ഞാൻ എൻ്റെ സഭയെ പണിയും. പണിഞ്ഞ സഭയെ തുടരും എന്നല്ല പറഞ്ഞത്, പണിയും എന്നാണ് പറഞ്ഞത്. പണിതോ? എപ്പോഴാണ് പണിതത്? സഭ 1-ാം നൂറ്റാണ്ടിൽ ഏത് സമയത്ത് എങ്ങനെ? അതാണ് ഇനി നമ്മൾ അല്പം വിശദമായിട്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആ വേദഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടെ ഒന്ന് ടച്ച് ചെയ്തായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എപ്പോഴായിരുന്നു സഭയുടെ പണി ആരംഭിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പണിതത്? അത് അനാദികാലം മുമ്പ് മറഞ്ഞു കിടന്നിരുന്ന മർമ്മമാണ്. അത് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞു. ഇനി അതെങ്ങനെയാണ് പണിത് തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതുവരെ പണിതിട്ടില്ലല്ലോ. ഇനി എങ്ങനെയാണ് പണിയാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. ആ ആ ആ ആ ആ ഓക്കെ. യഹൂദന്മാരോ, ആ ട്രാൻസ്ലേഷൻ പരിചയമില്ലാത്തതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ഒരു ശരീരത്തോട് ഉപമിച്ച് ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാക്കിക്കൊണ്ട് യഹൂദനെയും ജാതിയനെയും ഒരുമിച്ച് ചേർത്ത് ആ കാര്യമാണ് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 12-ാമത്തെ വാക്യത്തിൽ ശരീരമൊന്നും അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. അപ്പം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പലതാ അല്ലേ? ഓരോ അവയവത്തിനും പല ശ്രദ്ധിക്കുന്നുണ്ടോ? ഓരോ ശരീരത്തിലെ ഓരോ അവയവത്തിനും പല വിധത്തിലുള്ള ഫങ്ഷനുകളാണ് അല്ലേ, പ്രവർത്തനങ്ങളാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പ്രവർത്തനം ചെയ്യുമ്പോഴേ ശരീരത്തിൻ്റെ ഫങ്ഷനിങ് പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരെന്താ? വികലാംഗരെന്നും മന്ദബുദ്ധിയായവർ, പിന്നെ രോഗികൾ
ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. കാരണം എന്താ? എല്ലാ അവയവങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുന്നില്ല. ഓരോ അവയവത്തിനും ഓരോ ധർമ്മം കൊടുത്തേക്കുന്നു. ചെവിയുടെ ധർമ്മം ചെയ്യാൻ വേറെ ആര് വിചാരിച്ചാലും സാധിക്കത്തില്ല. നാവിൻ്റെ ധർമ്മം ചെയ്യണമെങ്കിൽ വേറെ ശരീരത്തിൽ ഏത് അവയവം വിചാരിച്ചാലും സാധിക്കത്തില്ല. മൂക്കിൻ്റെ ധർമ്മം നിർവഹിക്കണമെങ്കിൽ ശരീരത്തിലെ വേറെ ഏത് അവയവം വിചാരിച്ചാലും സാധിക്കത്തില്ല. അപ്പോൾ ഓരോ അവയവത്തിനും അതിൻ്റേതായ ധർമ്മമാണ് കൊടുത്തിരിക്കുന്നത്. ആ ധർമ്മം നിർവഹിക്കുമ്പോൾ മാത്രമേ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം സുഗമമായി നടക്കുകയുള്ളൂ. ഇതുപോലെ ആണ് ക്രിസ്തുവിൻ്റെ ശരീരവും. തലയാരാ? തല ക്രിസ്തുവാണ്. ബാക്കി താഴോട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ശരീരത്തിന് എന്തുണ്ട്? ജീവനും കൂടെ ഉണ്ട്, ഇല്ലേ? ജീവനുള്ളതുകൊണ്ടാണല്ലോ ഫങ്ഷനിങ് നടക്കുന്നത്, ധർമ്മം നടക്കുന്നത്. ജീവനില്ലാത്തതിന് നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഡെഡ് ബോഡി എന്നാണ് വിളിക്കുന്നത്, ശവശരീരം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ജീവനുള്ളതുകൊണ്ടാണ് ശരീരത്തിലെ ഓരോ അവയവങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് ശരീരമായി വർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യഹൂദനും യവനനും ഒരുമിച്ച് ചേർന്ന ഈ ശരീരത്തിൽ അവർ രണ്ടുപേരും എന്ത് ചെയ്യണം? ഒരുമിച്ച് വർക്ക് ചെയ്യണം, ഒരുമിച്ച് പ്രവർത്തിക്കണം. അതാണ് നാം വായിച്ചത്. ശരീരം ഒന്നാണ്, അതിന് അവയവം പലതാണ്. ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ശരീരം ഒരവയവമല്ല, പലതത്രേ. ഞാൻ കൈ അല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാല് പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്നും വരികയില്ല. 18-ാമത്തെ വാക്യം, ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വച്ചിരിക്കുന്നു. 20-ാമത്തെ വാക്യം, എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ലെന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളത് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരവയവം കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങൾക്കൊക്കെയും കൂടെ കഷ്ടമനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. ഇതൊരു ജീവൽ ഘടനയാണ് എന്ന് പറയാൻ വേണ്ടി എത്രയും പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ? സഭ എന്ന് പറഞ്ഞത് ജീവനുള്ള ഒരു ജീവൽ ഘടന എന്ന് പറയുന്ന ഒരു ഓർഗാനിസമാണ്, ഒരു ബോഡിയാണ്, ഒരു ശരീരമാണ്, ഒരു സംഘടനയല്ല. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ? അതിന് പല പല തലകളുണ്ടായിരിക്കും. പ്രസിഡൻ്റ് ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും. ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് പല ആളുകൾ ചേർന്നാണ് ഒരു സംഘടന ഭരിക്കുന്നത്. സഭയ്ക്ക് പക്ഷേ അന്നും ഇന്നും എന്നും ഒറ്റ തലയേ ഉള്ളൂ. 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഭരണം മാറി വരും. എവിടെ? ഈ സംഘടനകൾക്ക്. ഇപ്പോൾ ബാങ്കിലെ സഹകരണ ബാങ്ക് ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ ചില ബാങ്കുകൾക്ക് 5 വർഷമായിരിക്കും ഒരു ഗവേണിംഗ് ബോഡി ഉണ്ടാകുന്നു. ഒരു എന്താ പറയുന്നത്? ഭരണസമിതി ഉണ്ടാകുന്നത്. ഒരു ഭരണസമിതി ഉണ്ടാകുന്ന 5 വർഷം ആയിരിക്കാം. ഈ 5 വർഷത്തെ കാലാവധി കഴിയുമ്പോൾ നിലവിലുള്ള ഭരണസമിതി ഇറങ്ങിയിട്ട് വേറെ പുതിയ ആളുകൾ വരും. പിന്നെ അവരാ ഭരിക്കുന്നത്. പക്ഷേ അത് സംഘടന ആയതുകൊണ്ടാണ്. ഇത് സംഘടനയല്ല, ഓർഗനൈസേഷനല്ല, ഓർഗാനിസമാണ്. ഇതൊരു ജീവൽ ഘടനയാണ്. ഒരു തലയുണ്ട്, അത് ക്രിസ്തുവാണ്. ആ തല മാറത്തില്ല, ആ തല മാറ്റാനൊക്കത്തില്ല. അത് അന്നും ഇന്നും എന്നും ആ തല തന്നെയായിരിക്കും. ഇനി അവയവങ്ങളോ മാറാൻ പറ്റുമോ? ഈ അവയവങ്ങൾക്കും മാറ്റമില്ല. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ എന്നേക്കുമായി രക്ഷ പ്രാപിച്ചിരിക്കുന്ന ആളാണ്. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഒരു പ്രാദേശിക സഭയിൽ ഒരംഗത്തിൻ്റെ കുറവ് വരും. അത് ശരിയാ, അതങ്ങനെ സംഭവിക്കുകയുള്ളൂ. പക്ഷേ ആഗോള സഭയിൽ ഈ അംഗം മരിക്കുന്നില്ല.
അദൃശ്യമായ സഭയിൽ പെന്തക്കോസ്ത് നാൾ മുതൽ സഭയുടെ ഉൽപ്രാപണം വരെയുള്ള കാലഘട്ടത്തിലുള്ള വിശ്വാസികളുടെ എണ്ണത്തിൽ എന്തു വരുന്നില്ല? കുറവ് വരികയില്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ സഭയുടെ അംഗമാണ്, അവരെന്നേക്കും. അപ്പോൾ ഈ തല എന്നേക്കും ഉള്ളതുപോലെ തന്നെ ആ തലയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളും എന്നേക്കും ഉള്ളതായിരിക്കും. പ്രാദേശിക സഭയിൽ ഒരംഗം മരിച്ചു കഴിഞ്ഞാൽ ഒരു കുറവ് വരും. പുതിയ രംഗം രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ എണ്ണം കൂടുകയും ചെയ്യാം. ഒരു കുടുംബം വന്നാലും എണ്ണം കൂടും. പക്ഷെ ആഗോള സഭയിൽ എന്ത് സംഭവിക്കുന്നില്ല? ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുകയില്ല. അത് കൃത്യമായിരിക്കും. അതിന് പിന്നാലെ നമ്മളതിനെക്കുറിച്ച് ആഗോള സഭയും പ്രാദേശിക സഭയും തമ്മിലുള്ള വ്യത്യാസം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കാം. ഇനി ഇപ്പം ഞാൻ പറഞ്ഞത് യഹൂദനും യവനനും എന്ന ആ ഒരു ശരീരത്തിൻ്റെ അവയവമാക്കി എല്ലാവരും വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് വന്നത്? അതിനകത്ത് വേറൊരാളുടെ കൂടെ ഒരു പങ്കുണ്ട്. അതാരാ? അല്ലല്ല, യഹൂദനും യവനനും ക്രിസ്തു എന്ന ശരീരത്തിൻ്റെ അംഗമാകുമ്പോൾ വേറൊരാൾക്കൂടെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതാർക്കാ? വായിച്ച വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മതി. ഏക ആത്മാവിനാൽ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റവരാ. ആ ആത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ശരീരത്തിൻ്റെ അവയവമായിട്ട് മാറുന്നത്. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇനി ഇപ്പം ഞാൻ പറഞ്ഞു യഹൂദനും യവനനും ചേർന്ന ഒരു ശരീരമായിട്ടാണ് ആ സഭ രൂപപ്പെടുന്നത്, അല്ലേ? ഇനി അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ആ ആ ആ ആ അവരോരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. ആ തൽക്കാലം നിൽക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ പല ഈ വേദഭാഗം സംബന്ധിച്ച് ഒട്ടും അറിവില്ലാത്ത ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നാണ് ഞാൻ ആരംഭിക്കുന്നത്. ഇതിനെ വ്യക്തമായി അറിയാവുന്നവരും ഇതിനകത്ത് ഇരിപ്പുണ്ട്, ഒട്ടും അറിവില്ലാത്തവരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നന്നായി അറിയുന്നവരോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ആരംഭിക്കുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഈ കൂട്ടത്തിൽ ആരൊക്കെയാണ് ഉള്ളതെന്നറിയാമോ? ഈ കൂട്ടത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മയും. എത്ര പേരുണ്ട് അവിടെ ഇരിക്കുന്നവരിൽ? 13, 120. എത്ര പേരുണ്ടായിരിക്കാം? എത്ര പേരുണ്ട്? 120 പേരാണോ? 12 പേരാണോ? 13 പേരാണോ? ഏകദേശം 120. ഓക്കെ. 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. നിൽക്കട്ടെ. ആ കാലത്ത് എന്ന് പറഞ്ഞാൽ അവർ കർത്താവ് ആരോഹണം ചെയ്തു പോയി. വാഗ്ദത്തം പ്രാപിക്കുന്നതിന് വേണ്ടി യെരുശലേമിൽ നിന്ന് പിൻവാങ്ങിപ്പോകാതെ വെയിറ്റ് ചെയ്യാനാണ്, കാത്തിരിക്കാനാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ അവർ കാത്തിരിക്കുമ്പോൾ എല്ലാ ദിവസവും അവർ പ്രാർത്ഥനയ്ക്ക് കൂടും. അങ്ങനെയുള്ള ഒരു ദിവസം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ ഒരു കാര്യം നടക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? പത്രോസ് എഴുന്നേറ്റ് ഒരു കാര്യം പറയുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോയി. അതാരാ? യൂദാസ്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് വേറൊരാൾ വരണം. 21 മുതലുള്ള വാക്യങ്ങൾ, 1-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ കർത്താവായ യേശു യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തീരണം.
അങ്ങനെ യുസ്തോസ് എന്ന് മറുപേരുള്ള ബർശബ എന്ന യോസഫ്, മഥിയാസ് എന്നീ 2 പേരെ നിർത്തി. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ 2 ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മഥിയാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. അപ്പോൾ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണ്. ഒരു സീറ്റ് കുറവുണ്ടായിരുന്നു, ഒഴിഞ്ഞു കിടന്ന ഒരു സീറ്റ്. ആ സീറ്റ് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്തു. അവിടെ മഥിയാസിന് സെലക്ഷൻ കിട്ടി. ഇപ്പോൾ എത്ര പേരായി അപ്പോസ്തലന്മാർ? 12 പേരായി. അപ്പോൾ 120 പേര് കൂടിയിരിക്കുന്ന സ്ഥാനത്തിൽ ഈ 12 പേരും കൂടെ ചേർന്നപ്പോൾ ആണ് 120 ആയത് എന്ന് നാം മനസ്സിലാക്കണം. അവിടെ ഒരു സെലക്ഷൻ നടക്കുകയായിരുന്നു. സെലക്ഷൻ കഴിഞ്ഞു. 2-ാം അധ്യായം ആരംഭിക്കുന്നത് പെന്തക്കോസ് നാൾ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നടന്ന സെലക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് അല്ല 2-ാം അധ്യായത്തിൽ നടക്കുന്ന മീറ്റിംഗ്. മീറ്റിംഗ് രണ്ടും രണ്ടതാണ്. ക്ലിയറായോ? മീറ്റിംഗ് രണ്ടാണ്. ഇവിടെ ആ വാക്യം ആരംഭിക്കുന്നത് പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ആരാണ് ഈ എല്ലാവരും? ആ 120 പേരാണോ അതോ 12 പേരാണോ? എല്ലാവരും. മാക്സ് അച്ചാൻ്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാവോ? 2:1. അത് 1-ൻ്റെയാണോ? 2:1. അപ്പോസ്തല പ്രവൃത്തി 2:1. നമ്മുടെ ട്രാൻസ്ലേഷൻ ഇല്ലാത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അത് വായിക്കുന്നത്. അടങ്ങി. ആ ആ ആ ആ അവർ എല്ലാവരും. അത് ഇപ്പോൾ വായിച്ച ട്രാൻസ്ലേഷനിലുണ്ടോ? അതിലുണ്ടോ? അവർ എന്ന വാക്കുണ്ടോ? അവർ എന്ന് വന്നിട്ടില്ല. ആരാണ് ഈ അവർ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 120 പേരാണോ അവരെല്ലാവരുമാണോ, അതോ ഈ സെലക്ഷൻ കമ്മിറ്റി കഴിഞ്ഞപ്പോൾ കോറം തികഞ്ഞ അവരെല്ലാവരും മരിക്കുമോ? കോറം തികഞ്ഞവരാ. അതാണ് ഭാഷാശൈലി വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ? ഈ 2-ാമത്തെ മീറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് എന്താണോ കുറവുണ്ടായിരുന്നത് ആ കുറവ് നികത്തി. പറഞ്ഞു മനസ്സിലായോ? പെന്തക്കോസ് നാളിൽ നടക്കേണ്ടുന്ന മീറ്റിങ്ങിന് എന്താണോ തടസ്സമുണ്ടായിരുന്നത് ആ തടസ്സം നീങ്ങിക്കഴിഞ്ഞിട്ടാണ് ആ മീറ്റിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് 12 പേരേ ഉള്ളൂ, 120 പേരില്ല. ഇനി അതിനെന്താ തെളിവെന്നറിയാമോ? ആ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മതി. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഒരു കാര്യം പറയുക. ആ മീറ്റിങ്ങിൽ 120 പേരുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ പറയണമായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ പത്രോസ് 119 പേരോടുകൂടെ നിന്നുകൊണ്ട് പറയേണ്ടിയിരുന്നു. ചോദിച്ചോ? അതിന് മുകളിലുള്ള വാക്യങ്ങൾ വായിക്കാം. ഈ 4 വാക്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ വായിച്ചത്. അവിടെ ആത്മാവ് താഴെ വന്നു, അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അവർ പറഞ്ഞ കാര്യം കേട്ടവരെത്രയാന്ന് നോക്കണം. ഈ മുഴക്കമുണ്ടായ 5 മുതലുള്ള വാക്യങ്ങൾ. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. എന്താ കാരണം? പെന്തക്കോസ് പെരുന്നാളിന് വന്നവരവരെല്ലാവരും. ലോകത്തിലെ സകല ദിക്കുകളിൽ നിന്നും ആണ്ടിൽ 3 പ്രാവശ്യം യഹൂദന്മാരെ എവിടെ വരണം? യെരുശലേമിൽ വരണം പെരുന്നാളുകൾക്ക്. അപ്പോൾ പെന്തക്കോസ് പെരുന്നാൾ, ഇപ്പോൾ പെസഹ പെരുന്നാൾ കഴിഞ്ഞ് 50 ദിവസമായി. പെസഹ പെരുന്നാളിനാണ് കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 50-ാം ദിവസം എന്ത് വന്നു? പെന്തക്കോസ് പെരുന്നാൾ വന്നു. ആ പെന്തക്കോസ് പെരുന്നാളിന് ലോകത്തിൻ്റെ സകല ദിക്കുകളിൽ നിന്നും ആളുകളെല്ലാം അവിടെ വന്നിരിക്കുക. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ
അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? ഈ സംസാരിക്കുന്നവരെല്ലാം ആരാ? കർത്താവിന് എവിടെയെല്ലാം ശിഷ്യന്മാരുണ്ടായിരുന്നു? യഹൂദയിൽ ശിഷ്യന്മാരുണ്ടായിരുന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുണ്ടായിരുന്നു, ഗലീലയിൽ ശിഷ്യന്മാരുണ്ടായിരുന്നു, ശമര്യയിൽ ശിഷ്യന്മാരുണ്ടായിരുന്നു, ഇല്ലേ? പക്ഷേ ഇവിടെ സംസാരിക്കുന്ന ആര് മാത്രമാണ്? ഗലീലയിലുള്ളവർ മാത്രമാണ്. ആരാ ഈ ഗലീലയിലുള്ളവർ? 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? അതാരെയാണ് വിളിച്ചത്? ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ, കർത്താവും ശിഷ്യന്മാരും മാത്രം. 11 ശിഷ്യന്മാരേ ഉള്ളൂ. അന്നേരം കർത്താവ് ആരോഹണം ചെയ്യുക സ്വർഗത്തിലേക്ക്. ആ നോക്കി നിൽക്കുന്ന ഈ 11 ശിഷ്യവൃന്ദത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ആ 11 പേര് മാത്രമാണ്. അപ്പോൾ ഈ 120 പേരുടെ സംഘത്തിൽ എന്തല്ല, ഈ ഗലീലക്കാർ മാത്രമല്ല ഉള്ളത്. അപ്പോൾ ഈ ഗ്യാതറിങ്ങിൽ എത്ര പേരേ ഉള്ളൂ? ഇപ്പോൾ ഈ 2-ാം അധ്യായത്തിൽ 11 പേരേ ഉള്ളൂ. ഇപ്പോൾ ഒരാളും കൂടെ ആഡ് ചെയ്തപ്പോൾ ക്ലിയറായോ? ഗലീല പുരുഷന്മാരെ എന്ന് വിളിച്ചപ്പോൾ ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? അല്ലെങ്കിൽ നമ്മൾ എന്ത് സമ്മതിക്കേണ്ടി വരും? ഈ 120 പേരിൽ കർത്താവ് 12 ശിഷ്യന്മാർക്ക് മാത്രം എന്ത് കൊടുത്തു? അന്യഭാഷ സംസാരിക്കാനുള്ള കൃപാവരം കൊടുത്തു. ബാക്കിയുള്ള 108 പേർക്ക് എന്ത് കൊടുത്തിട്ടില്ല? ഭാഷാവരം കൊടുത്തില്ല എന്ന് പറയേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നില്ല, ഉദിക്കുന്നില്ല. ആയിരിക്കാം. ഗലീല പുരുഷന്മാരെന്നല്ല വിളിച്ച് ഈ സംസാരിക്കുന്നവരെല്ലാം. ഇനി അതിനകത്ത് ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, അത് ഞാൻ രണ്ടാമത് പറയാൻ പോകുന്ന കാര്യമാണ്. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീല പുരുഷന്മാരായിരുന്നു. അവർ സമ്മതിച്ചു കഴിഞ്ഞു, കേട്ടവർ സമ്മതിച്ചു കഴിഞ്ഞു. ഓക്കെ. ഇതിനകത്ത് പത്രോസ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലായി? പത്രോസ് ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്തിട്ടില്ല? സംസാരിച്ചിട്ടില്ല. എന്താ കാരണം? അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാർ, യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അത്രയും നേരം പത്രോസ് സംസാരിച്ചിരുന്നുവെങ്കിൽ എന്ത് പറയാനാണ്? കേൾവിക്കാരെന്ത് ചോദിച്ചാന്? പിന്നെ ഇത്രയും നേരം ഞങ്ങൾ പിന്നെ ആരെയാണ് കേട്ടോണ്ടിരുന്നതെന്ന് ചോദിക്കത്തില്ലേ? അവർ ചോദിച്ചില്ല. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുമെന്ന് പറഞ്ഞാൽ അത്രയും സമയം വരെ പത്രോസ് എന്ത് ചെയ്തിട്ടില്ല? സംസാരിച്ചിട്ടില്ല. ഇനിയും നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ഇവർ അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ ആൾക്കാരെന്താ പറഞ്ഞത്? ഇവന്മാർ നല്ലപോലെ വെള്ളമടിച്ച് പൂസായി നിൽക്കുക, അതുകൊണ്ടാണ് ഈ ഭാഷ അളൊക്കെ പറയുന്നതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ പത്രോസ് പറയാണ്, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. അപ്പോൾ പത്രോസ് അതിനകത്ത് ഉൾപ്പെട്ട് അന്യഭാഷയിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ പത്രോസ് എങ്ങനെ പറയണമായിരുന്നു? നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഞങ്ങൾ ലഹരി പിടിച്ചവരല്ല എന്നാണ് പത്രോസ് പറയേണ്ടത്. പകരം എന്താ പറഞ്ഞത്? നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. അപ്പോൾ പത്രോസ് സംസാരിക്കുന്ന ഭാഷ ഏതായിരിക്കണം? ആരാമ്യ ഭാഷയാണ് സംസാരിക്കുന്നത്, അന്യഭാഷയിലല്ല സംസാരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന എല്ലാവരുടെയും പൊതുഭാഷയായ അരാമ്യ ഭാഷയിലാണ് ഇപ്പോൾ പത്രോസ് സംസാരിക്കുന്നത്. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. എൻ്റെ വാക്ക് കേൾക്ക്. ഇവരെന്താ സംസാരിക്കുന്നതെന്നുള്ളത് ഞാൻ പറയാം. ഇവരിലൂടെ എന്തിനാണ് ഇങ്ങനെ സംസാരിപ്പിക്കുന്നതെന്നുള്ളതിൻ്റെ കാരണം ഞാൻ പറയാം എന്ന് പറഞ്ഞ് പത്രോസ് ഒരു പ്രസംഗം ആരംഭിക്കുക. ഓക്കെ. അതിനു മുമ്പ് സംഭവിച്ച കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അവിടെ ആത്മാവ് വന്നു, എല്ലാവരും 4-ാമത്തെ വാക്യം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അപ്പോൾ ആത്മാവ് വന്നു. പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ആത്മാവ് വന്നു. അപ്പോൾ സഭ ആരംഭിക്കുകയാണ്. ആത്മാവ് വന്നു, എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി മാറി. എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചോ? ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നാം? സംശയം തോന്നാം. എല്ലാവർക്കും ആത്മാവ് ലഭിച്ചു, എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചോ? വാക്യം വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു അല്ലേ? അത് ഞാൻ POC വേർഷനിലൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആത്മാവ് കൊടുത്ത ഭാഷാവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആർക്കൊക്കെ ആത്മാവ് ഭാഷാവരം കൊടുത്തോ അവർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ?
സംസാരിച്ചിട്ടുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ആർക്കൊക്കെ ആത്മാവ് ഭാഷാപരം കൊടുത്തോ അവർ മാത്രമേ അന്യഭാഷയിൽ സംസാരിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പത്രോസ് എന്ത് ചെയ്തിട്ടില്ല? സംസാരിച്ചിട്ടില്ല. ആ സമയത്ത് സംസാരിച്ചിട്ടില്ല. ഇനി ഇത് തെളിയിക്കാൻ 2 ഉദാഹരണങ്ങൾ, ഒന്ന് അകത്തുനിന്നും ഒന്ന് പുറത്തുനിന്നും പറയാം. ഞങ്ങളെല്ലാവരും കൈയടിച്ച് പാട്ടുപാടിക്കൊണ്ട്, ഇപ്പോൾ കഴിഞ്ഞ 26-ാം തീയതി നമ്മളെല്ലാവരും ചെയ്ത കാര്യമല്ലേ, കവലയിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, സഹോദരിമാരുണ്ടായിരുന്നു, ദേവദാസന്മാരുണ്ടായിരുന്നു, സഹോദരന്മാരുമുണ്ട്, അല്ലാത്ത സഹോദരന്മാരും ഉണ്ടായിരുന്നു. കൈയടിച്ചു, പാട്ടുപാടിക്കൊണ്ട് കവലയിൽ ചെന്നു. എന്തു ചെയ്തു? ഞങ്ങളെല്ലാവരും പോയോ? പോയി. എല്ലാവരും കൈയടിച്ചോ? എല്ലാവരും പാട്ടുപാടിയോ? എല്ലാവരും പ്രസംഗിച്ചോ? അതാ കാര്യം. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു, പക്ഷേ എന്ത് സംഭവിച്ചിട്ടില്ല? എല്ലാവരുടെ മേലും ആത്മാവ് വന്നു, എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു, പക്ഷേ എല്ലാവരും എന്ത് ചെയ്തിട്ടില്ല? അന്യഭാഷയിൽ സംസാരിച്ചിട്ടില്ല. എല്ലാവരും കൈയടിച്ചു, പാട്ടുപാടി കവലയിൽ ചെന്നു, പക്ഷേ പ്രസംഗിക്കാൻ നിയുക്തരായിട്ടുള്ളവർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? പ്രസംഗിച്ചിട്ടുള്ളൂ. ഇനി തിരുവെഴുത്തിൻ്റെ അകത്തുനിന്നൊരു തെളിവ് തരാം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ാം അധ്യായം 28-ാമത്തെ വാക്യം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ാം അധ്യായം 28-ാമത്തെ വാക്യം. മതി. ദാവീദിൻ്റെ നേതൃത്വത്തിൽ അമീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരികയാണ്. നാം വായിച്ചത്, അങ്ങനെ ഇസ്രായേലൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും തൂര്യങ്ങളുടെയും കൈത്താളങ്ങളുടെയും ധ്വനിയോടുകൂടി കിന്നരവും വീണയും വായിച്ചുകൊണ്ട് യഹോവയുടെ നിയമപ്പെട്ടകം കൊണ്ടുവന്നു. ഇതിനകത്തു നിന്ന് നമുക്കെന്താ മനസ്സിലാക്കാൻ പറ്റുന്നു? എല്ലാ ഇസ്രായേലും എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കാര്യത്തിന് വേണ്ടി കൂടിയ എല്ലാ ആളുകളും കാഹളം വായിച്ചോ, തൂര്യം വായിച്ചോ, കൈത്താളം വായിച്ചോ, കിന്നരം, വീണ ഇതെല്ലാം വായിച്ചോ? എല്ലാവരും പെട്ടകം കൊണ്ട് വന്നിട്ടുണ്ട്, ശരിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്, എല്ലാവരും പെട്ടകത്തെ അനുഗമിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ എല്ലാവരും എന്ത് ചെയ്തിട്ടില്ല? ഈ സംഗീത ഉപകരണങ്ങൾ എല്ലാവരും ഉപയോഗിച്ചിട്ടില്ല. അതിനെന്താ തെളിവ്? 3-ാമത്തെ അതിന് മുകളിലുള്ള വാക്യങ്ങൾ നോക്കാം. 16-ാമത്തെ വാക്യം, ആ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അപ്പോൾ ചില ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ ഉപകരണങ്ങൾ വായിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി 19 മുതൽ സംഗീതക്കാരായ ഹേമാനും ആസാഫും ഏതാനും താമ്രം കൊണ്ടുള്ള കൈത്താളങ്ങളെയും സെഖര്യാവ്, അസിയേൽ, ഷെമീരാമോത്ത്, യഹിയേൽ, ഉന്നി, എലിയാബും, മയസയാവ്, ബെനയാവ് എന്നിവർ അലാമോത്ത് രാഗത്തിൽ വീണകളെയും ധ്വനിപ്പിക്കുവാനും മഥിത്യാവ്, എലീഫെലേഹു, മിക്നയാവ്, ഓബേദ് എദോം, യെയിയേൽ, അസസ്യാവ് എന്നിവർ ശെമിനീത്ത് രാഗത്തിൽ കിന്നരം വായിക്കുവാനും നിയമിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ചില ആളുകളെ എന്ത് ചെയ്തിരിക്കുക? ഓരോ സംഗീത ഉപകരണങ്ങളും വായിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ചിട്ടുണ്ട്. ആ നിയമിച്ചവർ മാത്രമാണ് എന്ത് ചെയ്തത്? ഈ പെട്ടകത്തിനെ അനുഗമിച്ചപ്പോൾ ഈ സംഗീത ഉപകരണങ്ങൾ വായിച്ചത്. പക്ഷെ വായിക്കുമ്പോൾ എന്ത് തോന്നും? ഇസ്രായേലൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും തൂര്യങ്ങളുടെയും കൈത്താളങ്ങളുടെയും ധ്വനിയോടുകൂടി കിന്നരവും വീണയും വായിച്ചുകൊണ്ട് യഹോവയുടെ നിയമം പെട്ടകം കൊണ്ടുവന്നാണ് വായിച്ചു. ഇസ്രായേലൊക്കെ ഇതെല്ലാം വായിച്ചോ? ഇതിനെല്ലാം നിയോഗിക്കപ്പെട്ടവർ മാത്രമാണ് എന്ത് ചെയ്തത്? വായിച്ചത്. പക്ഷേ എല്ലാവരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അകത്തു നിന്നുള്ള തെളിവും പുറത്തുനിന്നുള്ള തെളിവും നമുക്ക് എന്താ ബോധ്യമാക്കി തരുന്നത്? ആത്മാവ് വന്നപ്പോൾ എല്ലാവരുടെ മേലും ആത്മാവ് പതിഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആത്മാവ് ലഭിച്ചു, എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി മാറി. പക്ഷേ എല്ലാവരും എന്ത് ചെയ്തിട്ടില്ല? ആത്മാവ് അവരവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ ആർക്കൊക്കെയാണോ ആത്മാവ് ഉച്ചരിക്കാൻ കൊടുത്തത് അവർക്ക് മാത്രമേ എന്ത് കിട്ടിയിട്ടുള്ളൂ? അന്യഭാഷ കിട്ടിയിട്ടുള്ളൂ. അവർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? അന്യഭാഷയിൽ സംസാരിച്ചിട്ടുമുള്ളൂ. നമ്മുടെ പ്രശ്നം ഇതല്ല. നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത് പൂർവ്വകാലങ്ങളിൽ മറന്നു കിടന്നിരുന്ന മർമ്മം
യഹൂദനും യവനനും ഒന്നിച്ചേരുക എന്നുള്ളതാണ്. സഭയുടെ ഒരു ശരീരത്തിൻ്റെ അവയവമായിട്ട് മാറുക എന്നുള്ളതാണ്. ഈ കൂട്ടത്തിൽ യവനന്മാരായ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇതാണ് പ്രശ്നം. നൂറ്റി 120 പേരായിക്കോട്ടെ 12 പേരായിക്കോട്ടെ, അവിടെ യവനന്മാരാരെങ്കിലും ഉണ്ടായിരുന്നോ? അതാണ് പ്രശ്നം. ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ആമുഖം മനസ്സിലായല്ലോ. സഭയെന്ന് പറയുന്നത് യഹൂദനും യവനനും ഒന്നിച്ച് ചേരുന്നതാണ്. പക്ഷേ ഇവിടെ ഒറ്റ യവനനില്ല. എന്താ കാരണം? 10-ാം അധ്യായത്തിൽ എത്തുമ്പോൾ മാത്രമാണ് ഒരു ജാതീയൻ വിശ്വാസിയായിട്ട് മാറുന്നത്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് എത്തുന്നത് വരെ ആരും വന്നിട്ടില്ല. യഹൂദന്മാരൊഴികെ ആരും സഭയുടെ അംഗങ്ങളായി വന്നിട്ടില്ല. വിശ്വസിച്ചവരെല്ലാം യഹൂദന്മാരായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ശരിയാക്കും നമ്മൾ? അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് വരാം. ഉണ്ട്, അവരെല്ലാവരും യഹൂദന്മാരാണ്. അല്ല, അവരെല്ലാവരും ആ ആ ആ ആ 11 15 15 ഭാഷയുണ്ട്. 16 ഉണ്ടോ? ആ ആ ആ ഭാഷാവരം കൊടുത്തിരിക്കുന്നത് ഒരു ഭാഷ സംസാരിക്കാൻ വേണ്ടി മാത്രം അല്ല. എത്ര ഭാഷ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചെയ്യാം. അതിനാണ് ഭാഷാവരം കൊടുക്കുന്നത്. പക്ഷേ ഇവർ ചോദിക്കുന്ന ചോദ്യം എന്താ? നാം ഓരോരുത്തരും ജനിച്ചു വളർന്ന ഭാഷയിൽ ഇവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? ആർക്കാ അന്നേരം ഇവിടെ ആർക്കാ ഭാഷാവരം കിട്ടിയിരിക്കുന്നത്? 12 പേർക്ക്. കേട്ടവർ അവരുടെ ഭാഷയിൽ കേൾക്കുകയും അപ്പോസ്തലന്മാർ അരാമ്യ ഭാഷയിൽ സംസാരിക്കുകയുമായിരുന്നെങ്കിലോ? അങ്ങനെ ചിന്തിച്ചാൽ ഭാഷാവരം കിട്ടിയത് അവർക്കാണെന്ന് പറയേണ്ടി വരും. ആർക്ക്? കേട്ടവർക്ക്. കേട്ടവർ ജനിച്ചു വളർന്ന ഭാഷയിൽ, ഇവർ ഇന്ന് വരെ പരിശീലിച്ചിട്ടില്ലാത്ത ഭാഷയിലാണ് ആര് സംസാരിക്കുന്നത്? ഈ 12 പേര് സംസാരിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആർക്കൊക്കെയാണോ ഭാഷാവരം കൊടുത്തത് അവരെന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുക. അപ്പോൾ ഒരാൾക്ക് ഒന്നിലധികം ഭാഷാവരം ഉണ്ട്, അല്ലാതെ ഒരു ഭാഷ മാത്രം സംസാരിക്കാനല്ല കൊടുത്തേക്കുന്നത്. കാരണം കർത്താവ് എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ പുറപ്പെട്ട് ലോകത്തിലെ സകല ജാതികളോടും എഴുത്തും വായനയും ഇല്ലാത്ത അരാമ്യ ഭാഷ മാത്രം കൈവശം മുതലാക്കിയ ഇവരെങ്ങനെയാണ് ലോകത്തിലെമ്പാടും പോയി എല്ലാവരോടും സുവിശേഷം പറയുന്നു? ഏത് ഭാഗത്ത് പോയാലും ആ ഭാഷയിൽ അവർക്ക് സംസാരിക്കാൻ എന്ത് കൊടുക്കുക? അതിനാ ഭാഷാവരം കൊടുത്തത് തന്നെ അനുമാനിക്കണം. കാരണം അതിനുവേണ്ടി മാത്രമാണ് എന്ത് കൊടുക്കുന്നത്? ഭാഷാവരം അടയാളമായിരിക്കുന്ന ആർക്കാ? സഭയ്ക്കകത്തുള്ളവനാണോ വെളിയിലുള്ളവനാണോ? അവിശ്വാസിക്കാണ് അടയാളമായിരിക്കുന്നത്. അപ്പോൾ അവിശ്വാസി, അതാണ് ഇവരിവിടെ ചോദിക്കുന്ന ചോദ്യം. നമ്മൾ ഓരോരുത്തരും ജനിച്ചു വളർന്ന ഭാഷയിൽ ഇവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? അപ്പം കർത്താവ് പറഞ്ഞതെന്താ? നിങ്ങൾ പുറപ്പെട്ട് ലോകത്തിലെ സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം. അരാമ്യ ഭാഷ മാത്രം കൈവശമാണ്. ഒരെണ്ണത്തിന് വിദ്യാഭ്യാസമില്ല, എഴുത്തും വായന അറിയത്തില്ല. അങ്ങനെയുള്ള ഈ 12 പേരും പുറത്തുപോയി പറയണമെങ്കിൽ ഏത് നാട്ടിൽ പോയാലും ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യാനുള്ള വരമാണ് കർത്താവ് കൊടുത്തത്. അതിനാ ഭാഷാവരം കൊടുത്തത് തന്നെ. ക്ലിയർ? ഓക്കെ. ആർക്ക്? ഇത് ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ അവർക്ക് മനസ്സിലാവണ്ടേ? ഈ കൊടിയ കാറ്റടിച്ചത് എന്താണെന്ന് അവർ അന്വേഷിച്ച് വരുമ്പോൾ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം ഇവിടെ സംഭവിച്ചതെന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇങ്ങനെ ഒരു അടയാളം നടക്കണം. അടയാളമായിട്ടാണ് ഇത് നടക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സാധാരണ പെന്തക്കോസ്ത് പെരുന്നാളിൽ എല്ലാവരും ഒന്നിച്ചു കൂടുന്നു, ബഹളം കേൾക്കുന്നു, പോകുന്നു, തിരിച്ചു പോകുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യം കാണുക.
അപ്പോഴാണ് അവർ ഒരുമിച്ച് കൂടിയത്. ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയവരെല്ലാം കൂടെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുക, ഇവർ സംസാരിക്കുന്നിടത്തേക്ക്. ഈ കാറ്റിൻ്റെ ഇങ്ങനെയൊക്കെ ഒരു സൗണ്ട് കേട്ടല്ലോ, എന്താ കാര്യമെന്ന് അറിയാൻ അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു അടയാളത്തിലൂടെയാണ് ഈ കാര്യം സംഭവിക്കുന്നത്. ഇനിയും അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ കർത്താവ് അപ്പോസ്തലനായ പത്രോസിനെ അയച്ചു. പത്രോസ് അവിടെ ചെന്നു, സുവിശേഷം പറഞ്ഞു. സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 43, 44, 45 വാക്യങ്ങൾ. ആ പ്രസ്താവിക്കുമ്പോൾ തന്നെ ആ ആ ഓക്കെ, മതി. ഇവിടെ പിന്നെയും ഒരു സംശയം ഉണ്ടാകാവുന്ന ഒരു വേദഭാഗമായത്. കൊർന്നേലിയസ് എന്ന് പറയുന്ന ആൾ നല്ല ഭക്തനായ മനുഷ്യനാണ്, ദാനധർമ്മം ചെയ്യുന്നവനാണ്, കുടുംബത്തോടൊപ്പം പള്ളിയിൽ പോകുന്നവനാണ്, പ്രാർത്ഥിക്കുന്നതാണ്, എല്ലാ കാര്യങ്ങളും ഉള്ളയാളാണ്. പക്ഷേ ആ ആൾ രക്ഷിക്കപ്പെടണമായിരുന്നു. രക്ഷിക്കപ്പെടണമെങ്കിൽ സുവിശേഷം കേൾക്കണമായിരുന്നു. അതിന് പത്രോസിനെ വരുത്തി, സുവിശേഷം കേട്ടു. ആ വീട്ടിൽ സുവിശേഷം കേട്ടുകൊണ്ടിരുന്നത് പറഞ്ഞാൽ അംഗീകരിച്ച എല്ലാവരും വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് രക്ഷ കിട്ടി. ആ സെക്കൻഡിൽ തന്നെ ആത്മാവിനെയും കിട്ടി. ആത്മാവിനെ കിട്ടിയ പാടെ ഒരു കാര്യം കൂടെ സംഭവിച്ചു. എന്താ സംഭവിച്ചത്? അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു. അപ്പോൾ രക്ഷിക്കപ്പെടുന്നവർ ആത്മാവിനെ കിട്ടുമ്പോൾ എന്തുകൂടെ സംഭവിക്കണം? അന്യഭാഷയും കൂടെ സംസാരിക്കേണ്ട എന്ന് ഒരു ചിന്ത കൂടെ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും. അങ്ങനെ ഒരു ധാരണ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദീകരണം പത്രോസിൻ്റെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് ആര് പറയണം? പത്രോസ് പറയണം. 11-ാം അധ്യായത്തിലേക്ക് വരാം. 11-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ആ 16 കൂടെ ചേർത്ത് വായിക്കുകയാണ്. അല്ല, 15. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. അവരാരാ? അവർ ജാതികളാണ്. നമ്മുടെ മേൽ എന്ന് പറഞ്ഞ പോലെ ഓക്കെ, അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. അപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച അതേ അവസരം തന്നെയാണ്, അതേ അനുഭവം തന്നെയാണ് ആർക്കും കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ യവനനും കിട്ടിയിരിക്കുന്നത്, ജാതിക്കും കിട്ടിയിരിക്കുന്നത് എന്ന് ആർക്ക് മനസ്സിലായി? പത്രോസിന് മനസ്സിലായി. ആ കാര്യം പിന്നീട് പത്രോസ് പ്രസ്താവിക്കുന്നതാണ് 17-ാമത്തെ വാക്യത്തിൽ. ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുക്കുവാൻ തക്കവണ്ണം ഞാൻ ആര്? അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ജാതിയൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ജാതികളുടെ മേൽ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ പത്രോസ് ഉൾപ്പെടെയുള്ള യഹൂദന്മാരെ എന്ത് സമ്മതിക്കുകയില്ല? ഇവർ വിശ്വാസികളാണ്, രക്ഷിക്കപ്പെട്ടവരാണെന്ന് സമ്മതിക്കത്തില്ല. മറ്റൊരു തെളിവ് കൂടെ തരാം. 15-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളോട് വായിക്കും. 15-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഇത് യെരുശലേം കൗൺസിലിൽ വെച്ച് നടക്കുന്ന കാര്യം. ആ ആ ആ ആ മതി. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം എന്താ ചെയ്തത്? വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ആ വ്യത്യാസത്തിൻ്റെ എന്താ പറയുന്നത്, ആ ചുമര്, വേർപാടിൻ്റെ ആ ചുമര് ഇടിച്ചു കളഞ്ഞു എന്ന് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ ഇവിടെയും പത്രോസിൻ്റെ വായിൽ നിന്ന് ആ വാക്ക് വരികയാണ്. ഈ സംഭവം നടന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഏതാ, നമുക്ക് കിട്ടിയിരിക്കുന്ന പോലെ തന്നെ അവർക്കും കിട്ടിയെന്നൊരു ബോധ്യം ഉണ്ടായപ്പോഴാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ?
ഇവർക്ക് എങ്ങനെയാണോ ആത്മാവിനെ കിട്ടിയത് അതുപോലെ തന്നെ അവർക്കും കിട്ടിയെന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രസ്താവന പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, യഹൂദന്മാരാരും പത്രോസ് ഉൾപ്പെടെയുള്ളവരാരും. കാരണം എന്താ, ആകാശത്തു നിന്നൊരു തുപ്പട്ടി ഇറങ്ങുന്ന ദർശനം ആര് കണ്ടതാ? പത്രോസ് കണ്ടതാ. അറുത്ത് തിന്നാൻ പറഞ്ഞു. അപ്പോഴും പത്രോസ് എന്താ പറയുന്നു? നോ നോ നോ, ഞാൻ യഹൂദനാണ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും എനിക്ക് തിന്നാൻ പറ്റുന്നതല്ല. തുപ്പട്ടി പിന്നെയും വന്നു, പത്രോസ് സമ്മതിച്ചില്ല. പിന്നെ വെളിപ്പെടുത്തി കൊടുത്തപ്പോഴാണ് പത്രോസിന് മനസ്സിലായത് ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത്. അപ്പോഴാണ് പത്രോസിന് കാര്യം മനസ്സിലായത്. അല്ലെങ്കിൽ പത്രോസ് എന്ത് ചെയ്യത്തില്ല, ഈ വന്ന ആളുകളുടെ കൂട്ടത്തിൽ പോകത്തുമില്ല, കൊർന്നേലിയസിൻ്റെ വീട്ടിൽ ചെല്ലത്തുമില്ല, അവിടെ സുവിശേഷം പറയത്തുമില്ലായിരുന്നു. അപ്പോൾ ആ ദർശനത്തിൻ്റെ തെളിവാണ് പത്രോസിൻ്റെ ശുശ്രൂഷയാൽ കൊർന്നേലിയസിൻ്റെ വീട്ടിൽ സംഭവിച്ചതെന്ന് പത്രോസിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് യെരുശലേം കൗൺസിൽ കൂടിയപ്പോൾ പത്രോസ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. ഇനി കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, അന്ന് സംഭവിച്ച കാര്യത്തിലേക്ക് ഇവർ ഇഴുകിച്ചേരുക മാത്രമാണ് ഉണ്ടായത്. ഒരു ഉദാഹരണം പറയാം, രണ്ടെണ്ണം പറയാം. ഒന്ന്, തിരുവനന്തപുരത്ത് നിന്ന് കേരള എക്സ്പ്രസ് ഡൽഹിക്ക് പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ 3-4 പേര് ഓരോരോ സ്ഥലത്തു നിന്ന് കയറാൻ വേണ്ടി അതിനകത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് റിസർവ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കയറി. അപ്പോൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കിടക്കുകയാണ്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ കയറിയിരുന്ന ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. മനോജ് കയറുന്നത് കൊല്ലത്തു നിന്നാണ്, വിനോദ് കയറുന്നത് കോട്ടയത്തു നിന്നാണ്, കുഞ്ഞച്ചായൻ കയറുന്നത് എറണാകുളത്തു നിന്നാണെന്ന് വിചാരിക്കും. ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും ഈ ട്രെയിൻ പിന്നെയും ഓണാക്കണം. ഇപ്പോഴാണ് ഇലക്ട്രിക് ട്രെയിനാണ്, ഡ്രൈവർ മാത്രം മാറിയാൽ മതി. ശരിയല്ലേ? അപ്പോൾ ഇത് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെ ഈ ട്രെയിൻ അങ്ങ് പൊക്കോളും. ഞാൻ കയറുമ്പോൾ എനിക്ക് വേണ്ടി ഓണാക്കണ്ട, മനോജ് കയറുമ്പോൾ മനോജിന് വേണ്ടി ഓണാക്കണ്ട, കുഞ്ഞച്ചായൻ കയറുമ്പം കുഞ്ഞച്ചായന് വേണ്ടി ഓണാക്കണ്ട, വിനോദ് കയറുമ്പോൾ വിനോദിന് വേണ്ടി, ഓരോരുത്തർക്ക് വേണ്ടി പ്രത്യേകം ഓണാക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ ഓണാക്കിയതാ. ഇനി എന്ത് ചെയ്യണം? ഇതിൽ റിസർവ് ചെയ്തിരിക്കുന്ന ആളുകളെയും കൊണ്ട് കൃത്യമായി എവിടെ എത്തിച്ചാൽ മതി? ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചാൽ മാത്രം മതി. അല്ലാതെ ഓരോരുത്തരും കയറുമ്പോൾ അവരവർക്ക് വേണ്ടി എന്ത് ചെയ്യണ്ട, ഒറ്റ പ്രാവശ്യം ഓണാക്കിയാൽ മതി. പിന്നെ ലക്ഷ്യസ്ഥാനമാണ്. ഇനി ഇത് AC ഇട്ടിരിക്കുന്ന ഒരു റൂമാണ് അല്ലേ? തുടക്കത്തിൽ ഇവർ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിച്ചായനും ബേബിച്ചായനും ആൻറ്റിയും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നു, ഞാനും അച്ഛനും പിള്ളേരും വന്നു. ഞങ്ങൾ കയറി കഴിഞ്ഞപ്പം സാമിച്ചായൻ കയറി വന്നു. ഇവർക്ക് വേണ്ടി ഇവരിയ്ക്കുമ്പോഴായിരുന്നു ആദ്യം എന്ത് ചെയ്ത് AC ഓണാക്കിയത്. ഞങ്ങൾ കയറുമ്പോൾ എന്തുണ്ട്? AC ഉണ്ട്. ഈ ഓരോരുത്തർ കയറി വരുമ്പോൾ പിന്നെ AC ഓണാക്കണോ? വേണോ? ഓരോരുത്തരും കയറി വരുമ്പോൾ അവരവർക്ക് വേണ്ടി പിന്നെ എന്ത് ചെയ്യണ്ട? AC ഓണാക്കണ്ട. ഓൾറെഡി ഓണാക്കിയിരിക്കുന്ന അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കയറിയാൽ മാത്രം മതി. അത് ഒരിക്കൽ സംഭവിച്ച കാര്യമാണ്. ഓരോരുത്തർ കയറുമ്പോൾ, ഓരോരോ സമയങ്ങളിൽ കയറുമ്പോൾ അതിൻ്റെ നന്മ അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടായിട്ട് അവർ മാറുക മാത്രമാണ് ചെയ്യുന്നത്. ഇതേപോലെ 1ാമത്തെ നൂറ്റാണ്ടിൽ ആ പെന്തക്കോസ്ത് നാളിൽ ആത്മാവ് വന്നു. ഇനി ആത്മാവ് വരത്തില്ല. അപ്പോൾ സഭ ആരംഭിച്ചു. ഇനി എന്തില്ല? ഇനി ഒരു ആരംഭമില്ല. ഇനി ഉൽപ്രാവണം മാത്രമേ ബാക്കിയുള്ളൂ. ഓരോരുത്തരായിട്ട് ഓരോ കാലഘട്ടങ്ങളിലായിട്ട് അതിനകത്തേക്ക് പ്രവേശിക്കുക മാത്രമാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ ആത്മാവ് വഴിയാണ് ഈ യഹൂദനെയും ഈ യവനനെയും ഈ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. അതാണ് നാം ആദ്യമേ കൊരിന്ത്യർ ലേഖനത്തിൽ അത് വായിച്ചത്. ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു. ആ ഭാഗത്തിലേക്ക്, ആ പാർട്ടിലേക്ക് നമ്മൾ ഓരോരുത്തരായിട്ട് എത്തിച്ചേരുക മാത്രമാണ് സംഭവിച്ചത്. അല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി എന്ത് ചെയ്യുന്നില്ല, ആത്മാവ് പിന്നെയും വരികയും സ്നാനപ്പെടുത്തുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗഭാക്കുകളായിട്ട് മാറുന്നു എന്ന് മാത്രമാണ്. അതെ സംസാരിച്ചു. അവിടെ അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നാം വായിച്ചത്. അന്യഭാഷയിൽ മഹത്വപ്പെടുത്തി. അതിനകത്തൊന്നും ഒരു സംശയം വേണ്ട. സ്വന്തമല്ലാത്ത ഭാഷ. അതെ
അവിടെയുള്ള സകലർക്കും മനസ്സിലായി കാണണം. എങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു ഭാഷാ വരം കൊടുത്തതിലൂടെ എന്ത് തെളിയിക്കപ്പെടുകയാണ്? എന്താണ് തെളിയിക്കപ്പെടുന്നത്? പത്രോസിന് മനസ്സിലായതുകൊണ്ടാണല്ലോ അത് ലൂക്കോസിനോട് പറഞ്ഞിട്ട് ലൂക്കോസ് അത് രേഖപ്പെടുത്തി തന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ പത്രോസിനോടൊപ്പമുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരും പത്രോസിനും ഇവർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. അന്യഭാഷയിലാണ് അവർ സംസാരിച്ചതെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ലൂക്കോസിനോട് പറഞ്ഞിട്ട് ലൂക്കോസ് എന്ത് ചെയ്തത്? ഇത് രേഖപ്പെടുത്തി നമുക്ക് തന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, പെന്തക്കോസ് നാളിൽ വന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 15ഓളം ഭാഷക്കാരവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇവരാരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ലിസ്റ്റൊന്നും നമുക്ക്, എന്ന് പറഞ്ഞാൽ ഏത് ഭാഷക്കാരൊക്കെ വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് തന്നിട്ടില്ല. ഏതെല്ലാം ഭാഷകളിലാണ് സംസാരിച്ചതെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവർ അന്യമായ ഭാഷ, അവർക്ക് അതുവരെ സ്വന്തമല്ലാത്ത ഭാഷയിലാണ് അവർ സംസാരിച്ചതെന്നും അവർ സംസാരിച്ചത് അന്യഭാഷയാണെന്നും ആർക്കും മനസ്സിലായി. പത്രോസിനും കൂടെ വന്നവർക്കും മനസ്സിലായി. കാരണം അങ്ങനെ ഒരു അടയാള വരം അവിടെ നടന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം, അല്ലെങ്കിൽ അവരെ ഞങ്ങളോടൊപ്പം ദൈവം അംഗീകരിച്ചിരിക്കുകയാണെന്നുള്ളത് പത്രോസിനും സഹപ്രവർത്തകർക്കും മനസ്സിലാകത്തില്ല, ഉൾക്കൊള്ളത്തില്ല, അംഗീകരിക്കത്തില്ല. അതെ, പൗലോസിന് പൗലോസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. പൗലോസ് അങ്ങനെയല്ല പറഞ്ഞത്. പൗലോസ് അങ്ങനെയല്ല പറഞ്ഞത്. അത് നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. ഇനി ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് 8-ാമത്തെ അധ്യായത്തിൽ ഷണ്ണൻ രക്ഷിക്കപ്പെടുന്നുണ്ട്, സ്നാനപ്പെടുന്നുണ്ട്, ആത്മാവിനെ പ്രാപിച്ചു വിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചിട്ടില്ല? അന്യഭാഷയിൽ സംസാരിച്ചിട്ടില്ല. 9-ാമത്തെ അധ്യായത്തിൽ ശൗലെന്ന പൗലോസ് രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു. അവിടെ പൗലോസ് എന്ത് പറഞ്ഞിട്ടില്ല? അന്യഭാഷ പറഞ്ഞിട്ടില്ല. ലുദിയായും കൂടെയുള്ളവരും പുഴവക്കിൽ വെച്ച് എന്ത് സംഭവിച്ചു? അവർ കേട്ടു, വചനം സ്വീകരിച്ചു. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പം ആത്മാവിനെ കിട്ടുന്ന സെക്കൻഡിൽ തന്നെ എന്തുണ്ടാവണമെന്ന് നിർബന്ധമില്ല. അന്യഭാഷ പറയണമെന്ന ഒരു ഉപദേശം ഇല്ല. പക്ഷെ ഞാൻ എന്തിനാ ഇല്ല, ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഇതൊരു അടയാളമായിട്ട് എന്ത് ചെയ്യുക? ഇത് സഭയുടെ ശൈശവ ദശയാണ്. സഭ എന്ന കുഞ്ഞ് ജനിച്ചതേ ഉള്ളൂ, മനസ്സിലായോ? വളരുകയാണ്. അപ്പം ഇത് രണ്ട് കൂട്ടരെയും ഒരുപോലെ അംഗീകരിക്കുന്നു എന്നുള്ളത് ഒരു വ്യവസ്ഥയിലേക്ക് വരണമല്ലോ. അപ്പം യഹൂദന്മാർക്ക് എങ്ങനെയാണോ ലഭിച്ചത് അതുപോലെ തന്നെ യവനനും ലഭിച്ചു എന്നുള്ളതിൻ്റെ തെളിവായത്. അതെ, അതെ, ഉണ്ട്. അത് ഞാൻ പറയാം. പക്ഷേ ആ വേദഭാഗം നമ്മൾ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. അത് അച്ഛൻ എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞങ്ങൾ വീടുകളിൽ ചെന്ന് സുവിശേഷം പറയുമ്പോൾ ഈ കേൾക്കുന്ന വ്യക്തിക്ക് പാപബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറയാറുണ്ട്. ഈ വീട്ടിൽ വേറെ ആരും ഇല്ലെന്ന് വിചാരിക്കും. സഹോദരൻ മാത്രമേ ഈ വീട്ടിലുള്ളൂ. TV കാണുന്നില്ല, മൊബൈൽ കാണുന്നില്ല, ആരുമില്ല, തനിച്ചിരിക്കുകയാണ്. ഈ തനിച്ചിരിക്കുന്ന സമയത്ത് ഹൃദയത്തിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നു പോകും. ഈ കടന്നു പോകുന്ന ചിന്തകൾ എല്ലാം കൂടെ 1 by 1 ആയിട്ട് എന്ത് ചെയ്യണം? ഒരു പേപ്പറിൽ എഴുതി വെക്കണം. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇതൊന്ന് എടുത്ത് വായിച്ച് നോക്കണം. ഇത് രണ്ടാമതൊരാൾ കാണാൻ ചേട്ടൻ ആഗ്രഹിക്കുമോ അല്ലെങ്കിൽ സഹോദരൻ ആഗ്രഹിക്കുമോ എന്ന് ഞാൻ ചോദിക്കും. ആത്മാർത്ഥയോടെ മറുപടി പറയുമ്പോൾ അയാൾ എന്ത് പറയും? ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ള എല്ലാ ആളുകളും പറയും വേറെ ആൾ കാണാൻ ആഗ്രഹം. അപ്പം ഞാൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഈ പേപ്പർ കാണിക്കാത്തതെന്ന് അറിയാമോ? ഞാൻ ഈ പേപ്പർ കാണിക്കാത്തത് അതോടെ എൻ്റെ മാനം കപ്പലേറുമെന്ന് എനിക്കറിയാം. ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് സഹോദരൻ എന്നാണ് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞതിനെല്ലാം ഞാനെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ ഈ പേപ്പർ മറ്റൊരാളെ കാണിക്കാൻ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ ഈ പേപ്പർ മറ്റൊരാളെ കാണിച്ചാൽ എൻ്റെ മാനം അതോടെ കപ്പലേറുമെന്നാണ് ഞാൻ പറഞ്ഞത്. അയാൾ എഴുതി വച്ചിരിക്കുന്ന കാര്യം ലിറ്ററലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ആക്ഷരികമായി ചിന്തിക്കുകയാണെങ്കിൽ, അയാൾ എഴുതി വച്ചിരിക്കുന്ന പേപ്പർ മറ്റൊരാളെ കാണിക്കുമ്പോൾ എൻ്റെ മാനം കപ്പലേറുമോ? സുധീഷിൻ്റെ മാനം കപ്പലേറുമോ? ഇല്ല. പക്ഷേ ഞാൻ എന്തിനാ ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചല്ല, പിന്നെ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? കേൾക്കുന്നവനെക്കുറിച്ചാണ് പറഞ്ഞത്. അത്രേ പൗലോസോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ?
ഈ ആശയത്തിലാണ് നമ്മൾ കാര്യം എടുക്കേണ്ടത്. അല്ലാതെ വന്നാൽ തെറ്റിപ്പോവും. അങ്ങനെ വേണം കാര്യം മനസ്സിലാക്കാൻ. ഓക്കെ. ആ ആ എങ്ങനെ മനസ്സിലായില്ല? ആ ആ യഹൂദന്മാർക്ക് ആ ആ ആ കാരണം ആ അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്, യഹൂദന്മാർക്കുള്ളതായിരുന്നു എന്ന് പറഞ്ഞാൽ യഹൂദന്മാരായ വിശ്വാസികൾക്ക്, അത് പത്രോസ് ഉൾപ്പെടെയുള്ള കൂടെയുള്ളവർക്കാണ്. കാരണം പിന്നീട് വന്ന് പത്രോസ് എന്ത് ചെയ്യുക? സാക്ഷ്യം പറയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല. ഈ കൂടെ അതിന് മറ്റൊരു തെളിവ് കൂടെയുണ്ട്. 8-ാമത്തെ അധ്യായത്തിൽ ശമര്യർ എന്ത് ചെയ്തു? വിശ്വസിച്ചു, സ്നാനമേറ്റു. പക്ഷേ അവർക്ക് എന്ത് കിട്ടിയിട്ടില്ല? ആത്മാവിനെ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടോ? യെരുശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ വന്ന് ഇവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണമായിരുന്നു. അപ്പോൾ എന്ത് കിട്ടി? ആത്മാവിനെ കിട്ടി. പക്ഷേ അവർ അന്യഭാഷ പറഞ്ഞിട്ടുമില്ല. ആത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്. കാരണം എന്താ? യഹൂദനും ശമര്യനും തമ്മിൽ യോജിക്കത്തില്ല. കാരണം കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്തും ശമര്യയിലൂടെ കടക്കാൻ ആഗ്രഹിച്ചു പോയി. അങ്ങനെയാണ് ശമര്യ സ്ത്രീയെ കണ്ടത്. അവിടെ ഒരുപാട് പേര് ഇനി നിൻ്റെ വാക്ക് കേട്ടിട്ടല്ല, അല്ലാതെ തന്നെ ഞങ്ങൾ വിശ്വസിച്ചോളാമെന്നും പറഞ്ഞ് ശമര്യയിൽ വിശ്വസിക്കണം. അപ്പോൾ നമ്മൾ ആ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് യഹൂദനും ശമര്യനും തമ്മിൽ അക്കാലത്ത് സമ്പർക്കമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ശമര്യർ വിശ്വസിച്ച് മുമ്പോട്ട് വന്നു എന്ന് പറയുമ്പോൾ യഹൂദന്മാർ എന്ത് ചെയ്യത്തില്ല? സമ്മതിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാർ യെരുശലേമിൽ നിന്ന് വന്ന് കൈവച്ച് അവർ സാക്ഷ്യപ്പെടുത്തണം, സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ഇവരും നമ്മുടെ വിശ്വാസികളാണ്, ഇവരെയും നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകം തന്നെ സഭയുടെ ശൈശവ ദശയാണ്. അവിടെ നിന്നുകൊണ്ട് ഒരു ഉപദേശം ഓൾറെഡി സ്ഥാപിക്കാനായിട്ട് ഒക്കത്തില്ല. കാരണം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം അത്. അതിനുശേഷം ലേഖനത്തിലൂടെ വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കർത്താവിൻ്റെ വാക്കുകളും അപ്പോസ്തല പ്രവൃത്തിയിൽ അവർ ചെയ്ത കാര്യങ്ങളും ലേഖനവും കൂടെ ചേർത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഉപദേശം സ്ഥാപിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് മാത്രമായി എടുത്ത് ഉപദേശം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ തെറ്റിപ്പോകും. കാരണം ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് ട്രാൻസിഷൻ. മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സഭയുടെ ശൈശവ ദശ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും ആ 1-ാം നൂറ്റാണ്ടിനെ എന്ത് ചെയ്യാൻ പാടില്ല? കാണാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കരുത്. ഇത്രയും ചിന്തിച്ചാൽ മതി. ഒരു യുവാവായ ഒരാളെ നാം കാണുന്നത് പോലെ ഒരു കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. രണ്ടുപേർക്കും അവയവങ്ങൾ ഒരുപോലെയാണ്. പക്ഷേ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ വേറെയാണ്, ആരോഗ്യം വേറെയാണ്, കാഴ്ചപ്പാടുകൾ വേറെയാണ്, ശീലങ്ങൾ വേറെയാണ്, അല്ലേ? അങ്ങനെ വേണം നമ്മളെന്തും കാണാൻ. ഈ സഭയുടെ ശൈശവ ദശയെയും ലേഖനത്തിലേക്ക് വരുമ്പോഴുള്ള സഭയെയും കാണുവാൻ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ യഹൂദനെയും യവനനെയും ഒരുമിച്ച് ചേർത്ത് ഒരു ശരീരത്തിൻ്റെ ഭാഗമാക്കി ആത്മാവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഇനിയുള്ള ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, വിശ്വസിച്ചവരായ നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ജനിച്ചവരാണല്ലോ. നമുക്കെപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്? അല്ലെങ്കിൽ നമ്മളെപ്പോഴാണ് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്? എപ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്? രക്ഷിക്കപ്പെട്ടപ്പോഴാണോ? സ്നാനപ്പെട്ടപ്പോഴാണോ? അതോ അതിന് ശേഷമാണോ? എപ്പോഴാണ്? അപ്പോസ്തല പ്രവൃത്തിയും 2-ാം അധ്യായം പത്രോസിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ കുറ്റബോധമുണ്ടായവർ 37-ാമത്തെ 2:37 ആ ആ ആ എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്? നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടപ്പോഴാണെന്നല്ലാണ് പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? പക്ഷെ നിങ്ങളെല്ലാവരും എന്താ പറഞ്ഞേ? രക്ഷിക്കപ്പെട്ടപ്പോഴെന്നോ? ഇത് നമ്മളെങ്ങനെ ശരിയാക്കുമെന്നേരം? 8-ാം അധ്യായത്തിലേക്ക് വരാം.
12-ാമത്തെ വാക്യം. മതി 8-ാമത്തെ അതിൻ്റെ 5-ാമത്തെ വാക്യം. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. കേട്ടല്ലോ, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ കേട്ടവരുടെ പ്രതികരണമാണ് നാം ആദ്യം വായിച്ചത് 12-ാമത്തെ വാക്യത്തിൽ. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ഇനി 14-ാമത്തെ വാക്യം. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നത്. നേരത്തെ എന്താ വായിച്ചേ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റാൽ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? നിങ്ങൾ 2 പേര് ഉഴപ്പാണ്. പരിശുദ്ധാത്മാവെന്ന് എപ്പോഴാ? സ്നാനം ഏൽക്കുമ്പം ലഭിക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ കുറച്ച് പേർ വിശ്വസിക്കുകയും ചെയ്തു, സ്നാനമേൽക്കുകയും ചെയ്തു, പക്ഷേ എന്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതെങ്ങനെ ശരിയാവും? 10-ാം അധ്യായം അത് നമ്മൾ നേരത്തെ വായിച്ചു കഴിഞ്ഞു. പത്രോസിൻ്റെ വീട്ടിൽ, കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ സംഭവിച്ച കാര്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. 3 കൂട്ടരെ നമ്മൾ വായിച്ചത്, 3 സ്ഥലങ്ങളിൽ വായിച്ചു. ഒരിടത്ത് സ്നാനമേറ്റാൽ എന്ത് കിട്ടും? പരിശുദ്ധാത്മാവിന് കിട്ടുമെന്ന് പറഞ്ഞു. ഒരിടത്ത് സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവിന് കിട്ടിയില്ല, ഏറ്റിട്ടും കിട്ടിയിട്ടില്ല. ഒരിടത്ത് സ്നാനമേക്കുന്നതിന് മുമ്പേ വിശ്വസിച്ചപ്പോൾ തന്നെ എന്ത് കിട്ടി? ഇതിലേതാ ശരി? ഇതിലേതാ ശരി? ആൻറ്റി കൺഫ്യൂസ്ഡായി. അപ്പോൾ ഇതിലേതാ ശരി? എല്ലാം ശരിയാണോ? എല്ലാം ശരിയല്ലെങ്കിൽ എല്ലാം ശരിയാണ്. ഒന്നാമത് സംഭവിച്ചത് യഹൂദന്മാരോട് മാത്രം. പത്രോസ് പെന്തക്കോസ്ത് പെരുന്നാളിൽ സംസാരിച്ചത് യഹൂദന്മാരോട് മാത്രമാണ്. അവരൊരു കാര്യമുണ്ട്, എന്ത് ചെയ്യണം? വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു എന്ന് പറയണം. എന്താ കാരണം എന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വാക്യം. എന്താ അത്? സോറി, 10-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഒരുവൻ യേശുവിനെ ക്രിസ്തുവെന്ന് ആരെങ്കിലും ഏറ്റു പറഞ്ഞാൽ അവനെ എന്ത് ചെയ്യണം? പള്ളിഭ്രഷ്ടനാക്കണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന്. ആരെ? യേശുവിനെ ക്രിസ്തുവെന്ന് അംഗീകരിക്കുന്നവന്. ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ഹൃദയത്തിൽ നടക്കുന്ന വിശ്വാസം ആരെങ്കിലും അറിയുമോ? ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവായ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് ഒരുത്തൻ പറഞ്ഞാൽ അത് അവൻ്റെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യം ആരും അറിയത്തില്ല. എന്നാൽ സ്നാനജലത്തിൽ ഇറങ്ങി നിന്നിട്ട് ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നു എന്ന് ഒരുത്തൻ പറയണം. അവൻ്റെ ഏറ്റുപറച്ചിലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവനെ സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നാട്ടുകാർ മുഴുവൻ കാണും. അപ്പോൾ ഇവൻ മനസ്സിലാക്കുന്ന കാര്യം എന്താ? എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയാലും ശരി, സാരമില്ല, എനിക്ക് ആരെ വേണം? അത് യഹൂദൻ സമ്മതിച്ചേ ഒക്കത്തുള്ളൂ. പള്ളിയിൽ നിന്ന് പുറത്തായാലും ശരി, എനിക്ക് എന്ത് മതി? ഈ തള്ളിപ്പറഞ്ഞ ക്രിസ്തുവിനെ മതി എന്ന് അവൻ ഏറ്റു പറയുമ്പോഴേ അവൻ എന്ത് കിട്ടുള്ളൂ. ശമരിയക്കാർ സ്നാനമേറ്റു, വിശ്വസിച്ചു, സ്നാനമേറ്റു. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ യഹൂദന്മാരെന്ത് ചെയ്യത്തില്ല. ഞാനും രക്ഷിക്കപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് ഇവൻ ചെന്നാൽ നോ, അവൻ സമ്മതിക്കില്ല. അപ്പോൾ യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ വന്ന് എന്ത് ചെയ്യണം? സാക്ഷ്യപ്പെടുത്തണം, ഇവർ നമ്മുടെ വിശ്വാസികളാണ്. അതുകൊണ്ടാണ് സ്നാനമേറ്റിട്ട് അവർക്ക് എന്ത് കിട്ടാഞ്ഞത്? ആത്മാവിനെ കിട്ടാഞ്ഞത്. 3-ാമത്തേത് ജാതികളാണ്. അവരോട് പറഞ്ഞത് വിശ്വസിച്ചാൽ എന്ത് കിട്ടും? രക്ഷ കിട്ടും, ആത്മാവിനെ കിട്ടും. അതാണ് ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ക്ലിയർ ആവുന്നത്. 2 വാക്യങ്ങൾ വായിക്കാം. എഫേസ് ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. എഫേസ് ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ആ ആ
നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദാനത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ തൻ്റെ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ അവകാശത്തെ തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ എന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ട് വിശ്വസിക്കുമ്പോൾ തന്നെ എന്ത് കിട്ടുന്നു? പരിശുദ്ധാത്മാവെന്ന മുദ്ര, അച്ചാരം ലഭിക്കും. അച്ചാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മലയാളം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല, ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, അച്ചാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആത്മാവിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? വിശ്വസിക്കുന്നവന് അഡ്വാൻസായി നൽകിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? അഡ്വാൻസ് നൽകിയെങ്കിൽ ബാക്കി തുകയും കൂടെ തന്ന് ഞാൻ എൻ്റേതാക്കും എന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇത് നഷ്ടപ്പെടുന്നില്ല. ഒരു മുദ്ര ഇട്ടിരിക്കുക, ഒരു സീൽ ഇട്ടിരിക്കുകയാണ്, ഇത് എൻ്റേതാ, ഇനി ഇത് വേറെ ആരുടേതും അല്ല. ദൈവം പറയുക, ഈ സുവിശേഷം എന്ന സത്യവചനം കേട്ട് വിശ്വസിക്കുന്ന ആ സെക്കൻഡിൽ തന്നെയാണ് എന്ത് ചെയ്യിക്കുന്നത്? ആത്മാവിനാൽ മുദ്രയിടുന്നത്, അച്ചാരം തരുന്നത്. ഇനി എൻ്റെ സ്വന്തമായത് ഞാൻ വന്ന് നിന്നെ എൻ്റെ അടുക്കലേക്ക് ചേർക്കും. ഇനി നീ നഷ്ടപ്പെടുന്നില്ല. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹീ ഈസ് സേവ്ഡ് ഫോർ എവർ. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കുമായിട്ട് രക്ഷിക്കപ്പെട്ടിരിക്കുക. ഇനി ഗലാത്യ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം. മതി. അവരെന്ത് മറുപടി കൊടുക്കണം? വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് എന്ത് കിട്ടിയത്? ആത്മാവിനെ കിട്ടിയത്. കാരണം ഇവരെന്ത് ചെയ്തുകൊണ്ടിരുന്നവരാ? ന്യായപ്രമാണം പാലിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അതിനകത്തുണ്ട്. പിന്നീടുള്ള താഴോട്ടുള്ള വാക്കുകൾ വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ അവർ കൊടുക്കേണ്ട മറുപടി എന്താണ്? ഞങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് വേദഭാഗങ്ങൾ മതിയാകും എന്ത് മനസ്സിലാക്കാൻ. ഒരാൾ കേൾക്കുന്ന മാത്രയിൽ കേൾക്കുന്ന പറഞ്ഞാൽ സിംപ്ലി കേൾക്കുന്നതല്ല, അംഗീകരിക്കുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ എന്ന് വിശ്വസിച്ച് ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ എന്ത് കിട്ടും? ആ ആത്മാവിനാൽ അവൻ ആരായി മാറുകയാണ്? സഭയുടെ അംഗമായിട്ട് മാറുകയാണ്. ഒരു അവയവമായിട്ട്, ഈ ശരീരത്തിൻ്റെ ഒരു അവയവമായിട്ട് മാറുകയാണ്. ഇനി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഇതിൽ നിന്ന് നടന്നു പോകത്തില്ല. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നേക്കുമായി രക്ഷപ്പെടുക. ആത്മാവിനെ തന്നിരിക്കുക. ഇനി ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഇതിൻ്റെ മേൽ വേറെ ആർക്കും അവകാശം പറയാനായിട്ട് ഇല്ല. അപ്പോൾ ഞാൻ ഇതുവരെ ചിന്തിച്ചത്, കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണി. എപ്പോഴാണ് ഈ പണി ആരംഭിച്ചത്? എങ്ങനെയാണ് പണിതത്? ആരൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നു? അപ്പോൾ രക്ഷിക്കപ്പെടാത്ത ആരും ഈ സഭയുടെ അംഗമല്ല. രക്ഷിക്കപ്പെട്ടവർ മാത്രമായിരിക്കും ഈ സഭയുടെ അംഗം. രക്ഷിക്കപ്പെടാതെ സ്നാനമേറ്റവരും ഈ സഭയുടെ അംഗം അല്ല, ആഗോള സഭയുടെ അംഗവും അല്ല. രക്ഷിക്കപ്പെടാതെ സ്നാനമേക്കാം, തിരുവത്താഴത്തിന് പങ്കുകൊള്ളാം, മുമ്പോട്ട് പോകാം, പക്ഷേ അവസാനം നരകമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരാൾ സഭയുടെ അംഗമായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ആകുമ്പോൾ എന്തായി? അതൊരു പ്രദേശമായി. ആ പ്രദേശത്തെ സഭയ്ക്ക് പ്രാദേശിക സഭ എന്ന പേര് വന്നു. അപ്പോൾ ഈ ഇല്ലിവളവിലെ സഭ, ഇല്ലിവളവിലെ ബ്രദർ സഭയെന്നല്ല, ഇല്ലിവളവിലെ പെന്തക്കോസ്ത് സഭയെന്നല്ല, ഇല്ലിവളവിലെ ഓർത്തഡോക്സ് സഭയെന്നല്ല, പിന്നെന്താ? ഇല്ലിവളവിലെ സഭ, റോമിലെ സഭ, കൊരിന്തിലെ സഭ, തെസലോനിക്കയിലെ സഭ. ഓരോ സ്ഥലത്തിൻ്റെ പേര് ചേർത്ത് ആ സഭ അറിയപ്പെടുക. ഇന്ന് ഒത്തിരി ഡിനോമിനേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേർതിരിച്ചറിയാൻ വേണ്ടി മാത്രം ഒരു പേര് പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയാണ് ദൈവസഭയുടെ അംഗമായിട്ട് ഒരാൾ മാറുന്നത്. അപ്പോൾ നമുക്കതിനുള്ള മഹാഭാഗ്യം ലഭിച്ചു. ഇനി ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച മുതൽ ഈ സഭയുടെ അംഗമായിരിക്കുന്നവരുടെ കർത്തവ്യങ്ങളും കടമകളും ഉത്തരവാദിത്തങ്ങളും ജീവിത രീതികളും അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു സഭ എങ്ങനെ ആയിരിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ. ഇത്രയും ദിവസം നമ്മൾ എടുത്തതെല്ലാം സഭ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ആമുഖം മാത്രമാണ് വന്നത്. ഇനിയാണ് നമ്മളതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. ദൈവം അനുവദിച്ചാൽ അത് അടുത്ത ആഴ്ച മുതൽ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ.